وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بمدح المصطفى تحيا القلوب وتغتفر الخطايا والذنوب. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിലെ രാത്രിയിൽ അവിടുത്തെ മദ്ഹ് കൊണ്ടും സ്നേഹപ്രകടനം കൊണ്ടും അവിടുത്തെ പേരിൽ അനുസ്മരണ പരിപാടികൾ കൊണ്ടും സജീവമാക്കുന്നവർക്ക് ഒരു വർഷം ആ വകയിൽ ഏത് വീട്ടിലാണോ സ്ഥാപനത്തിലാണോ അതിന് പ്രത്യേകമായ അമാന് നിർഭയത്വം കാവൽ നൽകുമെന്ന് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുന്നിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ലോകപ്രശസ്തമായ ഇർശാദ് സാരി എന്ന വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഇമാം ഖസ്തലാനി റഹിമഹുല്ലാഹ്. മഹാനവരുകൾ പറഞ്ഞു തുടങ്ങുന്നതിന് ഇസ്ലാം മുസ്ലിമീങ്ങൾ കാലാകാലമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയും ജന്മമാസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന നേതാവാണ് എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കാരുണ്യമുള്ളവരോ
ഗുണം ചെയ്യുന്നവരോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല. അതിനാൽ ഏതൊരു മുസ്ലിം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നിങ്ങളുടെ ഈ പ്രദേശം പ്രത്യേകിച്ചും പാവപ്പെട്ട തൊഴിലാളികളും കൃഷികളും നടക്കുന്ന പ്രദേശമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൃഷി ചെയ്യാൻ വേണ്ടി നല്ല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു, മകാനലഹു അർന്നും, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമി വെറുതെ ഇടാൻ പാടില്ല. അദ്ദേഹം ആ ഭൂമിയിൽ കൃഷി ചെയ്യണം. ഭൂമിയിൽ അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ തടസ്സമുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞു, ഒരാൾക്ക് മകാനത്തിലഹു അർന്നും ഫല്യസ്റഅഹ, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ കൃഷി ചെയ്യണം. അവലിയംനഹഹ, ഇല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും സൗജന്യമായി ഭൂമി കൊടുത്ത് കൃഷി ചെയ്യാൻ അവസരമുണ്ട്. അവലിയംനഹഹ അഖാഹു, അവന്റെ സഹോദരന് അവനത് വിട്ടു നൽകി കൃഷി ചെയ്യാൻ വേണ്ടി സൗകര്യം ചെയ്യും. അത് പറഞ്ഞിട്ട് സ്വന്തം കൃഷി ചെയ്യാനും തയ്യാറില്ല, വേറെ ഒരാൾക്ക് വിട്ടുകൊടുക്കാനും തയ്യാറില്ല. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പം ഗൗരവത്തിൽ പറഞ്ഞു, ഫൈൻ അബാ, അതിനയാൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഫല്യംസിക്കുഹു അർളഹു, അവന്റെ ഭൂമിയെ പിടിച്ച് അവനവിടെ നിന്നോട്ടെ എന്ന്. ഭൂമി ഉണ്ടത് അവന്റെ കാര്യം. എല്ലാ വസ്തുക്കളും ഉപകാരത്തിലാണ്, അതിൽ പൂർണ്ണ ഉപകാരത്തിലാണ്. ശരീരം, മനുഷ്യ ശരീരം ഉപകാരത്തിലാകണം, മനുഷ്യന്റെ സമയം ഉപകാരത്തിലാകണം, മനുഷ്യന്റെ ഊർജ്ജം ഉപകാരത്തിലാകണം, മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും ചലനവും അടക്കവും ഉറക്കും ഉണർവും എല്ലാം ഉപകാരത്തിലാകണം. മനുഷ്യന് ഒരു വസ്തുവിനും ഉപദ്രവത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ല. ഉപകാരം തന്നെ ചെയ്യുന്നവർക്ക് അതിന് വേണ്ട പ്രതിഫലങ്ങൾ നൽകണം. നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറഫു ഖൗലാ മിൻഹു വലാ നഅമീ. എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ളത് നിർദ്ദേശിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ്യ, ശരിയായ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ റസൂലും നബിയുമായ, അതുപോലെ കുട്ടിക്കാലത്ത് എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും 40ാമത്തെ വയസ്സ് മുതൽ സർവ്വസാഹിത്യത്തെയും വെല്ലുവിളിക്കുന്ന, എല്ലാ ഗ്രന്ഥങ്ങളെയും മറികടക്കുന്ന, എല്ലാ ആശയങ്ങളെയും ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും പഠിച്ചു മറ്റേതെങ്കിലും ഗ്രന്ഥം വായിച്ചു പഠിച്ചതല്ല. അതുപോലെ തന്നെ ആയിരുന്നെങ്കിലും അങ്ങനെ ഒരു പഠനം എഴുതിയിട്ടില്ല. മറിച്ച് അല്ലാഹുവിൽ നിന്നും മാത്രം വായനയും എഴുത്തും എല്ലാ വിഷയങ്ങളും അല്ലമക്ക മാലം തുക്കും താഴും ഓടിടാത്ത സർവ്വ വിഷയങ്ങളും ആവശ്യമുള്ളത് അങ്ങേക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു, നേരത്തെ അറിയില്ലായിരുന്നു എന്ന് ഖുർആൻ പറയും. അങ്ങനെ ലോകത്ത് മുഴുവൻ സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും എല്ലാവരെയും വെല്ലുവിളിക്കുന്ന പരിശുദ്ധ ഖുർആനുമായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ആരും സംശയിക്കേണ്ടതില്ല.
യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലുമൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ്, ആ നബിയുടെ പ്രത്യേകതയാണ് ആവശ്യമായ എല്ലാ നല്ല കാര്യങ്ങളും കൽപ്പിക്കുന്നു. യൻഹാഹും അനിൽ മുൻകർ, എല്ലാ നിഷിദ്ധ കാര്യങ്ങളും അനാവശ്യമായ വിഷയങ്ങളും തെറ്റായ കാര്യങ്ങളും ഉപദ്രവകരമായ വിഷയങ്ങളും അവിടുന്ന് നിരോധിക്കുന്നു. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, എല്ലാ നല്ല കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിൽ ഖബായിസ്, സർവവശവത്തരങ്ങളും എല്ലാ ചീത്തയായ വിഷയങ്ങളും അവിടുന്ന് ജനങ്ങളെ നിഷിദ്ധമാക്കി പ്രഖ്യാപിക്കുന്നു. ഏതെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള വിഷയങ്ങളുണ്ടോ, ഏതെല്ലാം കുടുക്കുകളുണ്ടോ, ഭാരങ്ങളുണ്ടോ, അതെല്ലാം അവിടുന്ന് ഇല്ലാതെ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന നബി, എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കുന്ന നബി, മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ വരെ അവരുടെ പെരടിയോട് ഇറക്കി വെക്കാൻ നിയോഗിക്കപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഫല്ലദീന ആമനൂ ബിഹി, ആ നബിയെ കൊണ്ട് വിശ്വസിച്ചവർ ഒന്നാമതായി വേണ്ടൊരു വിശ്വാസമാണ്. വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിച്ചവർ വെറും വിശ്വാസമല്ല, അതിരത്തെ ബഹുമാനം വേണം. വനസറൂഹു, ഞാൻ വിശ്വസിച്ചു ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹകരണം വേണം, സഹായം വേണം. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും ദാരിമി ഉസ്താദ് പറഞ്ഞു, ഇവിടെ ഒരു നിലയും കൂടി വീട് നിർത്താൻ സ്ക്വയർ ഫീറ്റ് ഉൾക്കൊള്ളാൻ വിസല്ലാഹുള്ള സഹകരണം. ഇവിടുത്തെ ബിൽഡിംഗ് വാടക കൊടുത്ത് കേസുണ്ടാക്കിയിട്ട് കൂട്ടന്മാർക്ക് പഠിക്കാനുള്ളതല്ല, അതിനെ ഏഴാഴ്ചകൾ കൊടുക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന, സമൂഹത്തിന് സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ യുവതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന് വേണ്ടി മജമഅന് വേണ്ടി സഹായിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സഹകരണമാണ്. അതുകൊണ്ട് ഇമാം മുസ്ലിം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞപ്പോൾ ഞാൻ അറിയാലോ, മുറുകനേറ്റില്ലപ്പോൾ ആ മുറുകനേറ്റിൽ തുടക്കത്തിൽ മദ്ഹിലേക്ക് കടക്കുന്നവരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഓർമ്മിച്ച് കരുതുകയാണ്, വിഷയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നത് ഞാൻ മുഴുവനായിട്ട് വായു തുടക്കം മൂന്ന് സംസാരിക്കുന്നു, ബാക്കിയോട് സംസാരിക്കാനെന്താണ് തോന്നിയത് ഇവിടെ അത് വിഷയമല്ല. ചോര കലർത്തി രക്തം കലർത്തി വീതം കരയുന്നതിനാണ് സ്വന്തം ശരീരത്തോട് തന്നെ ഇത് ശരീരത്തിൽ ചോദിച്ചതാണ്. അതാ അത് നദിയുടെ പരിസരവും ചിന്തിച്ചിട്ടാണോ ആലോചിച്ചിട്ടാണോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വലിയ മഹത്തായ കാര്യം. അതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനവറുകൾ പറഞ്ഞു, അതേ ലോകത്ത് പ്രസംഗിക്കുന്നവർക്ക്, പ്രബോധന പ്രവർത്തനം നടത്തുന്നവർക്ക് ഏറ്റവും നല്ല നയം വേണം. ആ നയം എന്താണ്? മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ, വേറൊരാളെ ചീത്ത പറയാതെ, തെറി പറയാതെ, അവമതിക്കാതെ, പരിഹസിക്കാതെ, സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ട്
അത് കേൾക്കുന്നവൻ അതൊക്കെ എനിക്കും ബാധകമല്ലേ എന്ന് ചിന്തിച്ച് നന്നാകാനുള്ള അവസരം നൽകുക എന്നതാണ്. അതിന്റെ ഭാഗമായി ഇമാം ബുസ്രി തങ്ങൾ ആത്മവിമർശനമായി കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് وما تزوجت قبل الموت نافلة ولم يصلي سوى فرض ولم أصوم. പ്രസംഗിക്കുന്ന ആള് പ്രവർത്തിക്കുന്നവനാകണം, അല്ലെങ്കിലോ ഫലം ലഭിക്കുകയില്ല. ഒരാള് ഒരു സ്ഥലത്ത് സീല് വെച്ചു, ആ സീല് കടലാസിൽ പതിയണമെങ്കിൽ ആദ്യം സീലിന്റെ മേലെ അച്ചുണ്ടാക്കണം. അച്ചിലത്ത് സീല് കൊണ്ട് സീല് വെച്ചാൽ കടലാസിൽ പതിയും. ഇതുപോലെ പ്രസംഗിക്കുന്ന ആളുടെ മനസ്സിൽ ആ ആശയത്തിൽ വിശ്വാസവും ഉറപ്പും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താലേ കേൾക്കുന്നവരുടെ മനസ്സിൽ അത് പതിയുകയും അതുകൊണ്ട് ഫലം ലഭിക്കുകയും ചെയ്യുകയും. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവില്ല. മുതനജിസായ വെള്ളം കൊണ്ട് കഴിവ് വൃത്തിയാക്കാൻ കഴിയില്ല. അതിലേക്ക് സൂചിപ്പിച്ചതാണ് നാം ബുസ്രി റളിയല്ലാഹു അൻഹു. പക്ഷേ മഹാനവറുകൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ മഹാനവറുകളിലേക്ക് തന്നെ ചേർത്ത് പറഞ്ഞു, അത് പ്രബോധനത്തിന്റെ ഏറ്റവും മഹത്തായ രൂപമാണ്. മറ്റൊരാളെ കുറ്റം പറയാതെ വിഷയം ബോധ്യപ്പെടുത്തി നന്നാക്കാൻ നോക്കുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതൊരു പ്രസംഗിക്കുകയും അതുപോലെ കണ്ണട പ്രസംഗം നടത്തുകയും അതുപോലെ മുഖാമുഖം നടത്തുക ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം പിന്നെ എന്നെ കുറ്റം പറഞ്ഞ് നടക്കാൻ തുടങ്ങി. അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല മാർഗവും നല്ല ബുദ്ധിയും കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അത് ആരിഫീങ്ങൾ ഉപദേശമാണ്, ആരിഫീങ്ങൾ സ്വീകരിച്ച ഉപദേശമാണ്. അപ്പൊ കൂറ്റന്മാറ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു, ഇവിടെ സ്ക്വയർ ഫീറ്റ് വേണം കുറേന്ന് പറഞ്ഞു. തുടക്കം ഞാൻ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ഞാനും അയാളും തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഒരു തുടക്കം കുറിക്കുക. ഇത് ഞാൻ പറയുന്ന കൂടുതൽ സമയം സംസാരിക്കാൻ സമയമില്ല, എയർപോർട്ടിലെത്തണം. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിൽ ഭാഗവാക്കാകണം എന്ന് തുടക്കം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രസംഗത്തിന്റെ ലാസ്റ്റിൽ എല്ലാവർക്കൊന്ന് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മൾ ദുആക്ക് ഉത്തരം തരട്ടെ. കൊടുത്തുകൊണ്ട് തീർന്നൊന്നും പോവില്ല, ആരും പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കണം, നബികളെ ബഹുമാനിക്കണം, നബികളോട് സഹായം വേണം, സഹകരണം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കൽ എങ്ങനെ? നബിതങ്ങൾക്കിപ്പോ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചായ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ച് പറ്റിയ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെ സഹായിക്കണം. അവിടുന്ന് തലപൊട്ടി രക്തം കൊണ്ടുകൊണ്ട് പൊട്ടിയ ഒരു ദീനുണ്ട്. അവിടുത്തെ കാലം രക്തം പൊട്ടിച്ച് പൊട്ടിയ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്ത് അൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉയർച്ചയ്ക്കും ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സംസാരം കൊണ്ട്, അതേ പ്രാർത്ഥന കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, അടക്കം കൊണ്ട്, ചലനം കൊണ്ട് എന്തുകൊണ്ട് സഹായിക്കാൻ കഴിയുമോ ആ സഹായമാണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സഹായം. വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പ്രകാശം പരിശുദ്ധ ഖുർആൻ അത് പിന്തുടർന്ന് ജീവിക്കുകയും വേണം. 4 കാര്യം വേണം. എങ്കിൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയം കൈവരിച്ചവരാണ്. വിശ്വാസം വേണം, ബഹുമാനം വേണം, സഹായം വേണം, ഖുർആൻ പിന്തുടർന്നുള്ള ജീവിതവും വേണം. ആദ്യം പറഞ്ഞത് വിശ്വാസം, രണ്ടാമത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം, മൂന്നാമത് പറഞ്ഞത് സഹകരണം,
നാലാമത് പറഞ്ഞത് ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. ഈ നാലുമുള്ളവർ വിജയികളാണ്. വിശ്വാസമില്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞ പോലെ നടന്ന ഒരാൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നില്ല, ഒരു കാര്യമില്ല. അയാൾ ഏതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. 5 വക്ത് നിസ്കരിച്ച് ഒരു കാര്യമില്ല, നിസ്കാരം കൊണ്ട് ഒരു കാര്യമില്ല. അയാൾ നോമ്പെടുത്ത് ഒരു കാര്യമില്ല. ആദ്യം വേണ്ടത് വിശ്വാസം. അല്ലദീന ആമനൂ ബിഹി, ഒരാൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ ബഹുമാനം ഉണ്ടായില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം ഉണ്ടായില്ല. എന്നാ ആ വിശ്വാസം ശരിയായ വിശ്വാസമേ അല്ല. നബി തങ്ങളോട് അതിരറ്റ ബഹുമാനം വേണം. അത് രണ്ടുമുണ്ട്. സഹകരണത്തിനൊന്നുമില്ല, എന്നാൽ പൂർത്തിയായിട്ടില്ല. സഹായിക്കണം, സഹകരിക്കണം, മനസ്സറും. അതിന്റെ പുറമെ ഖുർആൻ പഠിപ്പിച്ച ആശയം പിന്തുടർന്ന് ഫോളോ ചെയ്ത് ജീവിക്കണം. ഈ 4 കാര്യമുള്ളവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല സാധുക്കളായ നമ്മെ അതിൽ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അതുകൊണ്ട് തുടക്കം ഞാൻ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് എത്രയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞത് 1000 ഉറുപ്പിയാണ്. അപ്പൊ ചെറിയ പൈസയുള്ളൂ. സാധുക്കൾക്കും കൂടി കൊടുക്കാൻ കഴിയും, എന്നെപ്പോലത്തേക്കും കൊടുക്കാൻ കഴിയും. പണക്കാർക്ക് പണമനുസരിച്ച് കൊടുക്കണം. ഓരോരുത്തർക്ക് അതിനനുസരിച്ചല്ലേ കൊടുക്കല്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു തുടക്കം ഞാൻ കൊടുക്കുന്നു. 1000 കീശയിലുണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ 1000 അറിയില്ലേ, ബാക്കി പിന്നത്തെ ഇപ്പൊ തന്നെ തന്നേക്കാം, കടാക്കാൻ കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 700 800 200 വൃത്തിയായിട്ട് തരാം. 100 സ്ക്വയർ ഫീറ്റ് ദേർലക്കട്ട മജീദ് ഹാജി. എവിടെ മജീദ് ഹാജി? അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട അമലാക്കട്ടെ. ജാരിയായ സദഖയായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, അല്ലാഹുവേ, അദ്ദേഹത്തിനും ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ഖൈറും നീ ചെയ്യണം റഹ്മാനേ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കണം റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പെരുന്നാൾ അടുത്തപ്പോ ഭാര്യ പറഞ്ഞ് പൈസയൊന്നും ഇല്ല അറിഞ്ഞാൽ ശരിയാവില്ല, കടമ വീട്ടെങ്കിലും നിങ്ങൾ സാധാരണ ചെയ്യുമ്പോലൊക്കെ ചെയ്യണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഭാര്യമാർക്കും കുടുംബത്തിനും നന്നായിട്ട് പെരുന്നാളിനും അല്ലാത്ത സമയത്തൊക്കെ നല്ല വിശാലത ചെയ്യുന്ന സ്വഭാവമാണ്. ഈ ലുബ്ധത്തിന്റെ സ്വഭാവമൊന്നുമില്ല. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരാളോട് പറ്റി 70 ദീനാർ കടമായി കൊണ്ടുവന്നപ്പോ അതിൽ 50 ദീനാറിൽ കുടുംബത്തിൽപ്പെട്ടവർക്ക് സദഖ ചെയ്യും. 70 കടമായിട്ട് 50 സദഖ, 20 പെരുന്നാൾ കഴിക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ ഒരു സാധു മനുഷ്യൻ വന്ന് ഖുറൈശി തറവാട്ടിലുള്ള എന്നിട്ട് വല്ലാത്ത വിഷമത്തിനാണ്. ശാഫി ഇമാമുകളുടെ കഥയൊക്കെ പറഞ്ഞു. അപ്പോ എന്നിട്ട് പറഞ്ഞു, അത് 20 ബാക്കിയുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളി. അയാൾ പറഞ്ഞു, ഇതെനിക്ക് മതിയാവില്ല, എന്നാൽ തീർത്തെടുത്തോളി. സുബ്ഹാനല്ലാഹ്, തീർത്തും സദഖയാണ് കടമായി കൊണ്ടുവന്നത്. വീട്ടിലിങ്ങനെ രാത്രി ഇരിക്കുമ്പോ ജഅഫർ ഇബ്നു യഹ്യൽ ബർമക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി ഒരാളെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാം വിളിക്കാൻ വേണ്ടി പറഞ്ഞാ ഷാഫി ഇമാം റളിയല്ലാഹു പോയി ചെന്നപ്പോ ചോദിച്ചു, എന്താണ് കഥ? ഞാനിന്ന് ഉറങ്ങാൻ കിടന്നപ്പോ ഉറങ്ങിക്കഴിയുമ്പോ എന്നോട് ഒരാൾ പറയുന്നു, ഷാഫി ഇമാമിനെ ശ്രദ്ധിക്കണം. പിന്നെയും ഞാൻ ഉറക്കി പിന്നെയും കിടന്നാ പിന്നെയും പറയും ഷാഫി ഇമാമിനെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും വിഷയം? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സംഭവം മുഴുവനും എന്ന് പറഞ്ഞപ്പോ ജഅഫർ ഇബ്നു യഹ്യ ബർമക്കി
അതാ റൂമിലേക്ക് കടന്നു 500 ദീനാറ് 500 സ്വർണ്ണനാണയം കൊണ്ടുവന്നു കൊടുത്തു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം തങ്ങൾക്ക് കിട്ടിയത് 500, കൊടുത്തത് 70. ഇറങ്ങി പോകുമ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വിളിക്കാണ്, മന്ത്രി വിളിക്കാണ്. വിളിച്ചിട്ട് പറഞ്ഞു, പോല്ല, കുറച്ചുകൂടി തരാ. പിന്നെയും കൊടുത്ത് 500 കൂടി 1000 വാങ്ങിയേക്കുമ്പോ പിന്നെയും പറഞ്ഞു, പോല്ല, കുറച്ചും കൂടി തരാ. പിന്നെയും കൊടുത്ത് 500. അത് വാങ്ങിയേക്കും പിന്നെയും പറഞ്ഞു, പോകല്ല, കുറച്ചും കൂടി തരാ. അങ്ങനെ 2000 ദീനാറ്. സുബ്ഹാനല്ലാഹ്, വീട്ടിലരി വാങ്ങി വെച്ച 20 ദീനാറ് സദഖ കൊടുത്തത് വല്ലാത്ത കൊടുവേന്. അതിന് പകരം അന്നത്തെ രാത്രികളിൽ തന്നെ അതാ 2000 ദീനാറ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനത്തോടെ ആദരവോടെ ഹദിയ ലഭിക്കുന്നു. ഇഖ്ലാസോടെ കൊടുത്തോടുകൂടെ ഒരിക്കലും തന്നെ ഒരു ആഖിറത്തിൽ നഷ്ടപ്പെടില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മാനത്ത സമാന സദഖ, ധർമ്മം കൊണ്ട് ഒരു സദഖയും ചുരുങ്ങിപ്പോകില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മജീദാജി സിറാജുകൾക്ക് ഒരു സംഖ്യ നേരത്തെ ഏറ്റുണ്ട്. അപ്പൊ അന്നേമ്പാട് വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്തൊരു പൈസ നീ സിറാജുകൾക്ക് അല്ല, നിങ്ങൾക്ക് തന്നെയാണെന്ന് എനിക്ക് കടവും നോക്കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കാം, ബാക്കിയും കൂടി. സുഹൃത്തുക്കളെ, അതിനെ അഭിമാനം ബഹുല ചരിത്രം പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറ്റം പറ പോയോ? നേരത്തെ കൊടുത്തതിന്റെ കൂടെ ഇത് കൂടി ഇരുന്നോട്ടെ. അപ്പൊ സഹോദരന്മാരെ, നല്ല നീയത്തോടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സംഭാവന നൽകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായമാണ്. അങ്ങനെ 4 കാര്യമുള്ളവർ അവർ വിജയികളാണെന്ന് ഖുർആൻ പറഞ്ഞതിലൊന്നല്ലേ തൗറാത്തിലും ഇൻജീലിലും. ആ 4 കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു രേഖപ്പെടുത്തപ്പെട്ട നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സർവ്വ നല്ല കാര്യങ്ങൾ കൽപ്പിച്ചവരാണ്. ഒരു വിഷയവും അവിടുന്ന് വിട്ടുപോയിട്ടില്ല. കൃഷി നടക്കുന്ന ഭൂമിയല്ലേ നിലമ്പൂരും പരിസരങ്ങളും. അതാ ഭൂമിയുള്ളവർ കൃഷി നടത്തണം, കഴിയാത്തവർ നടത്തുന്നവർക്ക് വിട്ടുകൊടുക്കണം. ഇല്ലെങ്കിലോ അതാ അവിടുന്ന് പറയുന്ന ഗൗരവത്തോടെ അവന്റെ ഭൂമിയിൽ പിടിച്ചവൻ അവിടെ നിൽക്കട്ടെ. എന്നാൽ ആ ഭൂമിയിൽ തൊഴിലെടുക്കുന്നവർ, അതുപോലെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവർ, അവരെ ഒരിക്കലും തന്നെ മുതലാളിമാര് വഞ്ചിക്കാൻ പാടില്ല. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തൊഴിലാളിയുടെ വേതനം കൊടുത്തോളണം. അധ്വാനിച്ചവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തോളണം. അത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൊടുത്തോളണം. ചില കമ്മിറ്റിക്കാരുണ്ട്, സുബ്ഹാനല്ലാഹ്, മദ്രസയിലെ മൂല്യാരെ വിഷമം നോക്കൂല. അവരെ കയ്യിലുണ്ടെങ്കിലും കൊടുത്തിങ്ങ് കിട്ടൂല, കൊടുത്തിങ്ങ് കഴിയൂല. സ്റ്റാഫുകളെ ശമ്പളം കിട്ടാൻ കുറച്ച് പണിയാണ്. അങ്ങനെയാകാൻ പാടില്ല. അത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൊടുത്തോളണം. അത് റബ്ബർ ടേപ്പാണെങ്കിലും മദ്രസയിലെ സേവനമാണെങ്കിലും അതാ എടുത്ത തൊഴിലിന്റെ പ്രതിഫലം വളരെ പെട്ടെന്ന് കൊടുത്തോളണം. ഒരു വിഷയവും നബിതങ്ങൾ നിർദ്ദേശിക്കാതെ പോയിട്ടില്ല. ഒരാളെ കൈവശത്തിൽ ഒരു 10 സെന്റ് ഭൂമിയുണ്ട്. ആ ഭൂമി വിൽക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് നിർദ്ദേശമുണ്ട്. ആരുടെയെങ്കിലും കൈവശത്തിൽ വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാ പറമ്പുണ്ടെങ്കിൽ ഖമിനുൻ അല്ലാ യുബാറക ലഹു ഇല്ലാ യജലു ഫീ മിസ്ലിഹി, അവനവന്റെ കൈവശത്തിലുള്ള ഭൂമി വിൽക്കുന്നവർ, അവരവരുടെ കൈവശത്തിലുള്ള വീട് വിൽക്കുന്നവർ, അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ചൊരു നേതാവല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ചൊരു നേതാവല്ല, വെറും ഹജ്ജ് മാത്രം പഠിപ്പിച്ചൊരു നേതാവല്ല. അവിടുന്ന് സർവ്വ വിഷയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ. കൂടുതൽ കേൾക്കുന്നവർക്ക് സീഡി കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തീർത്തു. അതിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്,
ആ സൂറത്ത് മുഴുവനും അതിന്റെ തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി സത്യം ചെയ്തതാണ്. നബി തങ്ങളുടെ നാടിനെ മുൻനിർത്തി സത്യം ചെയ്തതാണ്. അതുപോലെ വശംസി വദുഹാഹാ, തുടക്കം തന്നെ നബി തങ്ങളെയും തങ്ങളുമായി ബന്ധപ്പെട്ടതിനെയും മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇറങ്ങിയ ആയത്താണ്. ഇവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ് ഖുർആൻ. ഈ 3 സൂറത്തും സംസാരിച്ച ഡിവിഡികളുടെ 3 കോടി കൊടുത്താൽ കിട്ടും. ഓരോന്ന് 40 റുപ്യ കിട്ടും. ഞാനെന്തിനാ പൈസ പറഞ്ഞതറിയോ? നിങ്ങളെ ശ്രദ്ധ മാറാതിരിക്കാൻ, അല്ലെങ്കിൽ ഓരോരുത്തരും ഞാൻ വില ചോദിച്ചിട്ട് നേരം പോകും. അതുകൊണ്ടാ പറഞ്ഞു 100 പ്രശ്നം ഓരോരുത്തർ CD ഓരോരുത്തരും സ്വീകരിക്കുക. ഇപ്പൊ വളരെ ചുരുക്കം പറയാം. അസ്റഫുൽ ഖൽഖ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലവന്റെ കൈവശത്തിലും വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ലവന്റെ കൈവശത്തിലും ഭൂമിയുണ്ടെങ്കിൽ, അത് വിൽക്കുകയാണെങ്കിൽ അവൻ ഓർമ്മിച്ചോളണം, ഖമീൻ അല്ലാ യുബാറക ലഹു ഫീ അല്ലാ യുബാറക ലഹു ഇല്ലാ യജലഹു ഫീ നഫ്സിഹി. പറമ്പ് വിറ്റാൽ അതുപോലെ ഒരു പറമ്പ് വാങ്ങണം, വീട് വിറ്റാൽ അതുപോലൊരു വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ വേണം. ഇല്ലെങ്കിൽ വിറ്റ കാശ് തൊലഞ്ഞ വഴിയുണ്ടാവൂല. പലരുടെയും അനുഭവമല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് പറയാണ്, വല്ലവനും അവന്റെ ഭൂമി വിറ്റാൽ, അവന്റെ വീട് വിറ്റാൽ അതിലുള്ള ബറക്കത്തില്ലാതെ പോകാൻ സാധ്യതയുണ്ട്. അതിന് ബന്ധപ്പെട്ടതാണ് ആ വിൽപ്പന. അല്ലെങ്കിൽ അവൻ എന്ത് വേണം? വിറ്റ ഉടനെ തന്നെയോ വിൽക്കുന്നതിന് മുമ്പോ മറ്റൊന്ന് കച്ചവടം ചെയ്തേക്കണം, മറ്റൊന്ന് നിർമ്മിച്ചേക്കണം. ഇല്ലെങ്കിൽ ആ വിറ്റതോടുകൂടി പണം അങ്ങനെ അങ്ങ് തീർന്നു പോയാൽ പിന്നെ കൈകടിച്ചിട്ട് കാര്യമില്ല. ഇത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അവൻ ഏത് മതക്കാരനാകട്ടെ, ഏത് പ്രസ്ഥാനക്കാരനാകട്ടെ, ഏത് ബിസിനസ്സുകാരനാകട്ടെ, ഏത് രംഗത്തുള്ളവനാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, കുട്ടിയാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ വാർദ്ധക്യമുള്ളവരാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഏത് രാഷ്ട്രക്കാരനാകട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളെയും ഒരാൾ പഠിക്കാനൊരുങ്ങിയാൽ അവിടുത്തെ സ്നേഹിക്കാതെ നിർവാഹമില്ല. ആ സ്നേഹം സാധാരണ സ്നേഹം പോരാ. ഹുബ്ബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. ബാബു ഹുബ്ബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഈമാനാണ്. നബി തങ്ങളോടുള്ള സ്നേഹം സാധാരണ സ്നേഹം പോരാ. സ്നേഹം എന്ന് പറയുന്നത് അത് പ്രത്യേകം ഒരു വിഷയമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലർ പറയും, സ്നേഹം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ നിസ്കരിക്കുക, പിന്നെ സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്ത് നോമ്പെടുക്കുക, അതൊക്കെ സ്നേഹത്തിന്റെ ചില അടയാളങ്ങളാണ്. അതേസമയത്ത് അതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് അനുസരിക്കലല്ല. അനുസരിച്ചുകൊണ്ട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അനുസരിക്കാത്തതുകൊണ്ട് സ്നേഹമില്ല എന്ന് പറയാനും പറ്റില്ല, അല്ലേ? ഇപ്പൊ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പ്യൂണിനെ വിളിച്ചിട്ട് നാട്ടുച്ച വെയിലത്ത് അദ്ദേഹം പറഞ്ഞിട ഒരു ജ്യൂസ് വാങ്ങിക്കൊണ്ട അയാള് പൂർണ്ണമായി സാർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. പോകുന്ന സമയത്ത് ഈ നമുക്ക് എന്നെ പറഞ്ഞൊരു സമയം 1 കിലോമീറ്റർ നടക്കണം. അങ്ങനെയുണ്ട് സ്നേഹമുണ്ടോ? അനുസരണുണ്ട്, സ്നേഹമില്ല. സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കൂല, അങ്ങനെ പറയൂല. നേരെ മറിച്ച് അതെ മജ്മഅയിൽ ദർസ് നടത്തുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം ദർസ് കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോ ഒരു മുതഅല്ലിമ് ഒന്നും പറഞ്ഞിട്ടില്ല. ഉസ്താദിന്റെ ചെരുപ്പ് അങ്ങ് മൂലക്കാളുള്ളത്. അവിടുന്ന് ആ ചെരുപ്പ് പോയി ഓടിപ്പോയി എടുത്ത് കൊണ്ടു കൊടുക്കുക. കാരണം സ്നേഹമാണ്, ഉസ്താദിനോട് സ്നേഹം. പറഞ്ഞിട്ടൊന്നുമല്ല, പറയാണ്ട് തന്നെ ചെയ്യാൻ. അദ്ദേഹത്തെ അതേ മുതഅല്ലിമിനോട് ഓനെ എല്ലാ ദിവസവും ഹദാ തോന്നേന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ഇല്ലാത്ത ദിവസം ചങ്ങായി ഓതിയില്ല, ഉസ്താദ് ഇല്ലാത്ത ദിവസം മൂപ്പർ ഓതിയില്ല. ഉസ്താദിനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, മടിയാണ്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. സ്നേഹമൊന്ന് വേറെയാണ്, അനുസരണമൊന്ന് വേറെയാണ്. അതേ സമയത്ത് പൂർണ്ണമായ സ്നേഹമുണ്ടെങ്കിൽ
പൂർണ്ണമായ അനുസരണം പ്രകടിപ്പിക്കും. അതുകൊണ്ട് അനുസരണം സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് അനുസരണമില്ലാത്തവന് സ്നേഹമില്ലെന്ന് പറഞ്ഞുകൂടാ. അനുസരണമുള്ളതിനാൽ സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൂടാ. എന്റെ ചെറിയ കുട്ടിയോട് എനിക്ക് വലിയ സ്നേഹമാണ്. പക്ഷേ കുട്ടി പറഞ്ഞത് പലതും ഞാൻ അനുസരിക്കൂല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ കുട്ടിയോട് സ്നേഹമാണ്, പക്ഷേ പറഞ്ഞതനുസരിക്കൂല. ചിലപ്പോൾ നേതാവിന് അനുയായികളോട് വലിയ സ്നേഹമാണ്. അനുയായികൾ വലിയ 110 തീവ്രവാദിയായിട്ട് ചിലപ്പോ പറഞ്ഞാൽ നേതാവ് സ്വീകരിക്കൂല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നേതാവാകുന്നത് അതിന് യോഗ്യതയുണ്ടാകുമ്പോഴാണ്. അപ്പൊ അനുയായികളുടെ അത്ര തീവ്രത വിഷയത്തിൽ പറ്റൂല എന്നതും അനുയായികളെ സന്മാർഗത്തിൽ നയിക്കാനുള്ള വിവരവും നേതാവിനുണ്ടാകും. അപ്പൊ നേതാവ് അനുയായി പറഞ്ഞതനുസരിക്കാത്തതിന്റെ പേരിൽ സ്നേഹമില്ലെന്ന് ധരിച്ചുകൂടാ. സുഹൃത്തുക്കളെ, സ്നേഹമൊന്ന് വേറെ, അനുസരണമൊന്ന് വേറെ. ഭർത്താവിന് ഭാര്യയോട് വലിയ സ്നേഹമാണ്. പക്ഷേ ഭർത്താവ് ഭാര്യ പറയുന്നതൊക്കെ ഒരുപോലെ അനുസരിച്ചുകൂടാ. അങ്ങനെ അനുസരിച്ചാൽ ചിലപ്പോ അതാ പലതും ലോകത്തുണ്ടാവൂല. സ്നേഹം ഒന്ന് വേറെ, അനുസരണം ഒന്ന് വേറെ. അപ്പൊ സ്നേഹം എന്നത് മറ്റൊന്നാണ്. ആ സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതാരെയാണ്? ഒരേ സമയം ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് അല്ലാഹുവിനോടും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ മധുരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരേ സമയം അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എല്ലാറ്റിനേക്കാളും സ്നേഹം വേണം. അല്ലാഹുവിനെ ഒരാൾ സ്നേഹിച്ചു, അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, അതേസമയം അല്ലാഹുവിനെ സ്നേഹിച്ചില്ല. ആ സ്നേഹം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ അയ്യകൂനല്ലാഹു സുമ്മ റസൂലുഹു എന്ന് പറയാതെ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. വാവ് കൊണ്ട് ചേർത്തി പറഞ്ഞത് അല്ലാഹുവിനോടും റസൂലിനോടും എല്ലാറ്റിനേക്കാളും സ്നേഹം. അത് അനുസരണം കൊണ്ട് മാത്രം കിട്ടൂല. സ്നേഹം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ആ സ്നേഹം സ്വന്തം ശരീരത്തെക്കാൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ ഈമാൻ റെഡിയാവുകയുള്ളൂ. അല്ലാഹു തആല അങ്ങനെ ഈമാൻ പൂർണ്ണമായതിൽ സാധുക്കളായ നമ്മെ മുഴുവനും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കൂടുതൽ പറയാൻ സമയം ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യും പിടിച്ച് പോവാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ അതാ തെറ്റിദ്ധരിച്ചു പോയ ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കരുത്. അഥവാ കേട്ട് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പ്രസംഗങ്ങൾ കേൾക്കരുത്. അവർ ദീൻ തെറ്റിദ്ധരിച്ചവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ആയിരിക്കും. അത് നമ്മളും അതേ രോഗം നമുക്ക് പകർന്നു പോകും. അത് വലിയ നഷ്ടമായി പോകും. ചിലർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഞാനെന്താ പറഞ്ഞത്, സുന്നത്തൊക്കെ എടുക്കൽ മാത്രമാണ്. അങ്ങനെയല്ല. അതാണ് പറയാൻ പോകുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫർദ് എടുക്കുന്ന ആള് മാത്രമല്ല, എല്ലാ ഫർദും എടുക്കും, എല്ലാ സുന്നത്തും എടുക്കും. ഒരൊറ്റ ജമാഅത്ത് കൈയൊഴിക്കൂല. ഒരു ജമാഅത്ത് 2 കാരക്കത്തോട്ടം സന്ദർശിക്കാൻ പോയപ്പോൾ നഷ്ടപ്പെട്ടുപോയി. അതിനാൽ 2 തോട്ടവും സാന്ത്വന പ്രവർത്തനത്തിന് സാധുക്കൾക്ക് നീക്കിവെച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നിസ്കാരത്തിന് ശേഷം ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഅ്മൂമീങ്ങൾ എഴുന്നേൽക്കുന്നത് പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ അത്യാവശ്യമായി പോകേണ്ടതായ കാരണം വേണം. അങ്ങനെ ഒരാൾ ദിക്ർ ദുആ നടക്കാതെ എഴുന്നേറ്റ് നിന്നപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ തന്നെ മദീന പള്ളിയിൽ വെച്ച് ചുമല് പിടിച്ച് അമർത്തിയിരുത്തി ഉമർ ഇബ്നുൽ ഖത്താബ്. സുന്നത്ത് കൈയൊഴിക്കാറില്ലെന്ന് മാത്രമല്ല, മുന്നിൽ വെച്ചൊരു കറാഹത്ത് ചെയ്യാൻ ഒരാളെ അനുവദിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇതാ യാ റസൂലല്ലാഹ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, ഭക്ഷണത്തിന്റെ പൊതി വിതരണം ചെയ്യും, എല്ലാവരും വാങ്ങാൻ. ശ്രദ്ധ മാറണം വെച്ചിട്ടാ നേരത്തെ വില പറഞ്ഞ പോലെ തന്നെ ഇതും പറഞ്ഞത്. ശ്രദ്ധ മാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹല്ലേ പറയുന്നത്, വലിയ അദബ് കാണിക്കേണ്ട സദസ്സാണ്. لأنت أحب إلي من كل شيء إلا نفسي. എല്ലാ ഫർദ് കൊടുക്കും, എല്ലാ സുന്നത്ത് കൊടുക്കും, ഒരു ഹറാമും ചെയ്യൂല, ഒരു കറാഹത്തും ചെയ്യൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, നബിയെ, എനിക്ക് തങ്ങളോടാണ് ഏറ്റവും സ്നേഹം. ബാപ്പ, ഉമ്മ, മക്കൾ, എല്ലാറ്റിനേക്കാളും, എല്ലാ വസ്തുക്കളെക്കാളും, കഅബ ശരീഫ് അടക്കം, ലൗഹുൽ മഹ്ഫൂദ് അടക്കം, അർശും കുർസിയും അടക്കം, ഈ കുല്ലി ശൈ, എല്ലാറ്റിനേക്കാളും എനിക്ക് സ്നേഹം തങ്ങളോടാണ്. ഇല്ലാ നഫ്സി, എന്റെ ശരീരം കഴിച്ചിട്ട് എന്റെ സ്വന്തം ശരീരം മാറ്റിവെച്ചാൽ പിന്നെ ഏറ്റവും സ്നേഹം തങ്ങളോടാണ്. ഫർദും സുന്നത്തും കൊടുക്കുന്നതിന് വല്ല കുറവുണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്? പക്ഷേ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹമില്ലാന്ന് മനസ്സിലുള്ള പോലെ പറഞ്ഞതാ, അല്ലാതെ സോപ്പെടുന്ന പരിപാടിയൊന്നുമില്ല. ഉള്ളതുപോലെ സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നില്ല, ശരിയായിട്ടില്ല, ഈമാൻ റെഡിയായിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. حتى أكون أحب إليك من نفسك. നിങ്ങളെ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ എത്ര ഫർദ് എടുത്താലും സുന്നത്തെടുത്താലും ഈമാൻ പൂർത്തിയാകൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈമാൻ വർദ്ധിച്ചു. കാരണം കുറഞ്ഞ സമയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പങ്കെടുത്തല്ലോ, തങ്ങളെ കൂടെ നടന്നല്ലോ. കുറഞ്ഞ സമയം സദസ്സിൽ പങ്കെടുക്കുമ്പോൾ വലിയ ബർക്കത്താണ്. അതുകൊണ്ടാണല്ലോ സഹാബികളുടെ ബഹുമാനം, ബർക്കത്ത് ലോകത്ത് ഒരു വലിയനും ഇല്ല. കാരണം ഒരു മിനിറ്റെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഈമാനോടെ പങ്കെടുത്തുകൊണ്ടാണ്. വെറും പങ്കെടുത്താ പോരാ. കാന്തം എടുത്തിട്ട് ഒരു പച്ച മുളന്റെ മേല് വരസിയാല് അത് പിടിക്കുമൊന്നുമില്ല, അതിന് ഇരുമ്പായിരിക്കണം. ഈമാനും തമ്മിൽ അടുക്കണം. ഈമാനില്ലാതെ നടക്കില്ല. തീപ്പെട്ടി കൊള്ളിയുടെ മേലെയും മരുന്ന് വേണം, പെട്ടിയുടെ സൈഡിലും മരുന്ന് വേണം, എന്നാലേ വരസിയാക്കാത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈമാനോടുകൂടി ഒരല്പസമയം തുടരണമെന്നില്ല, പങ്കെടുത്താൽ മതി. അതെ, നിങ്ങൾക്കറിയില്ലേ, വലിയൊരു ഇലക്ട്രിക് ലൈന്, ആ ലൈനിന്റെ സമീപത്തോട് ഇരുമ്പിന്റെ ഒരു കമ്പി എടുത്ത് ഇങ്ങനെ പോവാണ്. തൊട്ടിട്ടൊന്നുമില്ല, കുറച്ച് ദൂരെ പിടിച്ചതിന്. പക്ഷേ കരണ്ട് പാസ് ചെയ്ത് കൈവശത്തിലുള്ള ആള് വീട് മരിച്ചുപോയി. തുടരണമെന്നില്ല കരണ്ട് പാസ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരല്പസമയം പങ്കെടുത്താൽ ചാർജ് വർദ്ധിക്കുക. ആ ഈമാനിന്റെ ചാർജ് വർദ്ധിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി എന്ന് സത്യം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറെ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈമാൻ റെഡിയാവുകയില്ലെന്ന് പറഞ്ഞത്. ആ സമയത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ ഈമാൻ അങ്ങ് വർദ്ധിച്ചപ്പോൾ
അവിടുന്ന് പറഞ്ഞു, ഓ നബിയേ, ഫഇന്നഹുൽ ആൻ, നിശ്ചയമായും കാര്യം അൽ ആന, ഇപ്പോൾ ഞാൻ തങ്ങളെ കൂടെ നേരത്തെ വരുമ്പോൾ പോലെയല്ല ഇപ്പോഴുള്ളത്. അൽ ആൻ, ഇപ്പോൾ എന്റെ അവസ്ഥ എന്താണ്? വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹം നബിയോടാണ്. ഓ പ്രവാചകരേ, കുറഞ്ഞ സമയമാ ബർക്കത്തുള്ള ഹബീബായ നബി തങ്ങളുടെ ഹദറത്തിൽ പങ്കെടുത്തപ്പോ ഈമാൻ പൂർണ്ണമായി, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം ലഭിച്ചു. സുബ്ഹാനല്ലാഹ്. നിങ്ങളോട് അതപ്പോ അങ്ങനെ ഒരു കളവ് പറഞ്ഞ് ഒപ്പിച്ചതാണോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ കളവ് പറയുന്ന ആളൊന്നും അല്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ കളവ് പറഞ്ഞ് ഒപ്പിക്കാൻ കഴിയുകയില്ല. കാരണം മനസ്സിലുള്ളത് നോക്കി വായിക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് വ്യക്തി സദസ്സിലുണ്ടാകണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കിലും മനസ്സിലുള്ളത് നോക്കി വായിക്കാൻ കഴിയും. അതല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട്, നബിയെ, എനിക്ക് മഴക്കാലത്ത് ഇറങ്ങിപ്പോയി ഇമാമത്ത് നിൽക്കാനൊന്നും കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ വീട്ടിൽ തങ്ങൾ വന്ന് ഒരു റൂം നിസ്കരിക്കാൻ ഉദ്ഘാടനം ചെയ്തെന്ന തിരക്കേടില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കയറി ഉടനെ തന്നെ, ചുരുക്കി പറയാണ്, കയറി ഉടനെ തന്നെ കഅബ എവിടുന്നാ നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു. അതെന്തിനറിയോ? നമുക്കൊരു മസ്അല പഠിപ്പിക്കാനാ. ഉദ്ദേശം മുന്തിക്കണം, ഉദ്ദേശം മുന്തിക്കണം. അതുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കില്ല നമ്മുടെ നാട്ടിലൊക്കെ അധികവും. ഉദ്ദേശം മുന്തിക്കണം എന്നുള്ളത് പഠിപ്പിക്കാനാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ്, ജുമയുടെ ഖുതുബയും ജുമ നിസ്കാരം കഴിഞ്ഞിട്ടേ വാദു അറിയാവൂന്ന് പഠിപ്പിക്കാനാ. ഉദ്ദേശം മുന്തിക്കണം. വെള്ളിയാഴ്ച ജുമയ്ക്ക് വേണ്ടി വാദ് വെക്കാനല്ല, ഖുതുബയും ജുമയിലും പങ്കെടുക്കാനാണ്. അത് കഴിഞ്ഞിട്ട് വാദ് ഒക്കെ അതിന്റെ ശേഷം, അല്ലാതെ അതിന്റെ മുമ്പ് ഒരു മയ്യിത്ത് നിസ്കാരം, അതിന്റെ മുമ്പ് ഒരു പിരിവ്, അങ്ങനല്ല. അതൊക്കെ ശേഷമാണ് നല്ലത്. അത് പഠിപ്പിക്കാനാണ് നല്ലത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഉദ്ദേശം ബന്ധിക്കണം, എവിടെയും ഉദ്ദേശം ബന്ധിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ആദ്യം ചെന്നോണ്ട് എവിടെ നിസ്കരിക്കേണ്ടത് ചോദിച്ചു. അപ്പോ നിസ്കരിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു, നിസ്കരിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു. അങ്ങനെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ സുന്നത്ത് നിസ്കാരത്തിൽ ഇമാമായി ബേക്കിൽ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നത് മനസ്സിലാക്കാം ആ ഹദീസിൽ നിന്ന്. പിന്നിൽ ചിലത് തുറന്നിട്ടുണ്ട്, ഇതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തുടർന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ഫഹബസ്നാഹു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടില്ല, പിടിച്ചു വെച്ചു. സാധാരണ നമ്മൾ ഉസ്താദിനെ ആൾ വിട്ടില്ല, ചായ കുടിക്കാണ്ട് വിടൂല എന്നൊക്കെ പറയാം. ആ നിലക്ക് ഞങ്ങൾ പിടിച്ചു വെച്ചു, എന്തെങ്കിലും കഴിച്ചിട്ടേ പോകൂ. അപ്പോഴേക്ക് പിന്നെ തൊട്ടടുത്തുള്ള ആളുകളോ ഒക്കെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് പറഞ്ഞ ആളുകൾ വരാതിരിക്കുമോ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ ഒരു നേതാവ്, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം സല്ലല്ലാഹു ദീർഘായുസ്സാഫിയത്തും കൊടുക്കട്ടെ, കാന്തപുരം ഉസ്താദ് വന്നു തന്നെ സ്നേഹിക്കുന്നവരോ കോടി വരൂലേ, ഖലീഫകൾ വന്നു വന്ന ആൾക്കാർ വരൂലേ, സ്വാഭാവികല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് കേട്ടപ്പോൾ ആൾക്കാരെ കൂടിയുണ്ട്. പക്ഷെ ഒരാൾ കാണുന്നില്ല, കൂട്ടത്തിലുള്ള ഒരാളില്ല. അയിന മാലിക്കുബ്നു ദുസ്സുൻ, മാലിക്കുബ്നു ദുസ്സുൻ എവിടെ? അപ്പൊ ഒരാൾ പറഞ്ഞു, ഇന്നഹു മുനാഫിഖുൻ. അയാളിങ്ങനെ നമ്മളെ കൂടെ നടന്നിട്ട് ഉള്ളോണ്ട് മാറ്റതാ. ഇന്നഹു മുനാഫിഖുൻ, അദ്ദേഹം കപട വിശ്വാസിയാ. ലാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടുമെങ്കിൽ വരൂലേ? വന്നിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അയാൾ സദസ്സിലില്ല. പക്ഷേ ഏത് സ്ഥലത്തുള്ളവരുടെയും മനസ്സ് കാണാനുള്ള കണ്ണ് സാധാരണ കണ്ണല്ലല്ലോ, സാധാരണ കാഴ്ചയല്ലല്ലോ, സാധാരണ കേൾവിയല്ലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, നബി തങ്ങളതാ പറയുന്നു, അങ്ങനെ പറയാൻ പാടില്ല. മൂഖിനം ബിഖൽബിഹി, ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുന്ന ആളാണ് അദ്ദേഹം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ പറഞ്ഞ ആള് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് വിവരമില്ലായിട്ട് പറഞ്ഞു പോയതാണ്, ഞങ്ങൾക്കറിയില്ല. പക്ഷെ അയാൾ അധികവും മറ്റേ കമ്പനിയുടെ കൂടെ ഉണ്ടാവുക, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പൊ സുഹൃത്തുക്കളെ, സദസ്സിലില്ലാത്തവരുടെ മനസ്സിലുള്ള ഉറപ്പ് നോക്കി മനസ്സിലാക്കി പറയാൻ കഴിയുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ എത്രയോ ഹദീസുകളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞതല്ല. പറഞ്ഞാൽ അത് നടക്കുകയില്ല, പൊളിഞ്ഞു പോകും. നബി തങ്ങളെടുക്കൽ പൊളിയുന്നത് വലിയ അത്ഭുതമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലുള്ള എത്രയെത്ര ഔലിയാക്കളുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകമെന്നവർ. സമസ്ത കേരള ജമീയത്തിൽ നിന്ന് പുനഃസംഘടിപ്പിച്ച കാലത്ത് വലിയ വിവാദമുള്ള സമയമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് കൂടി ഇറങ്ങിയിറങ്ങൂടാത്ത സമയമാണ്. നാദാപുരത്ത് പോയി ഇറങ്ങിക്കൂടാത്ത കൊണ്ട് പുറമേരി ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ പോയിട്ടുണ്ട് ഞാൻ. കാരണം ഇറങ്ങിയാ കൂക്കിട്ടു, അതുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു കാലം. അന്ന് കണ്ണൂരിൽ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി SSFന്റെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വിളിക്കാണ്, സഖാവേ 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 എന്നിങ്ങനെ വിളിക്കാണ്. അങ്ങനത്തെ ഒരു കാലം. അന്ന് ഒരു സ്ഥലത്ത് ഒരു പരിപാടി വെച്ച് ഇരിങ്ങണ്ടു. അപ്പൊ വടകര മുഹമ്മദാജി തങ്ങളെ ക്ഷണിക്കണം. അതിന് മുമ്പ് കാന്തപുരസ്ഥാനോട് ഡേറ്റ് വാങ്ങിയതാ. വടകര മുഹമ്മദാജി തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ 2-3 ആള് പോവാണ്. പോകുമ്പോ ഒരാൾ പറഞ്ഞു, വടകര മുഹമ്മദാജി തങ്ങൾ ഒരു നേർച്ച കഴിക്കും റജബ് 27 ശഅബാൻ മാസത്തിൽ നമ്മൾ പരിപാടി വെച്ചത് തന്നെ നേർച്ച കഴിയാൻ വേണ്ടിയാണ് എന്ന് പറയണം, കിട്ടാൻ വേണ്ടി പറയണോ. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പൊളിയൂന്ന്. നേരെ പോയി ചെന്ന് അസ്സലാമു അലൈക്കും, കള്ളത്തിലൊന്നും പറയണ്ട, വഅലൈക്കും അസ്സലാം, അതാ മറുപടി. ഓ സഹോദരന്മാരെ, അത് നമ്മൾ തന്നെ കണ്ട, നമ്മളെ പ്രോത്സാഹിപ്പിച്ച, നമുക്ക് നമ്മുടെ SYS-ലും SSF-ലും ഒക്കെ പ്രവർത്തിക്കാൻ നീ അതിൽ തന്നെ മുന്നോട്ട് പോയിക്കോ എന്ന് നമ്മളോട് പറഞ്ഞ നമ്മുടെ ആത്മീയ നേതാക്കളായ ഔലിയാക്കളിൽ നമ്മളത് നേരിൽ കണ്ടവരാണെങ്കിൽ അത് 1500ഓളം കൊല്ലം പിന്നിട്ട വലിയാണ് കേട്ടോ. ഹബീബായ നബി തങ്ങളെ ബറക്കത്ത് എത്രയാണ്, അവിടുത്തെ കാഴ്ചയും അറിവും കേൾവിയും എത്രയാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തട്ടിപ്പിന് വേണ്ടി പറഞ്ഞതാണെന്ന് ധരിക്കണ്ട, പറഞ്ഞാ നടക്കുകയുമില്ല. ഇപ്പോൾ നബിയേ അന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ അവിടുന്ന് എനിക്ക് പ്രിയങ്കരമാണ് നബിയേ. അപ്പൊ കണ്ടോ, നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബിന് ഫർളും സുന്നത്തും കുറവില്ല, ഹറാമും കറാഹത്തും ചെയ്തിട്ടില്ല. പക്ഷേ ഈമാൻ റെഡിയായിട്ടില്ല എന്നാ പറഞ്ഞത്. കാരണം സ്നേഹമാണ്. ആ സ്നേഹം സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം വരുമ്പോഴേ ഹുബ്ബുർ റസൂലാകുള്ളൂ കേട്ടോ. ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞതുകൊണ്ടും സ്നേഹമാകൂല. സ്നേഹം ഖൽബിന്റെ അടിത്തട്ടിൽ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹമുണ്ടായേ പറ്റൂ. ആ സ്നേഹം ശരിക്ക് ഹൃദയത്തിലങ്ങ് വന്നാൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളോടും സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഒതുവെടുത്താൽ ഉറ്റി വീഴുന്ന വെള്ളം, ബാക്കിയുള്ള വെള്ളം സഹാബത്ത് സ്നേഹിക്കുന്നു. അത് കയ്യിൽ തൊട്ട് വാങ്ങി ശരീരത്തിൽ പുരട്ടുന്നു. അവിടുത്തെ വിയർപ്പ് സഹാബത്ത് തൊട്ട് പുരട്ടുന്നു. അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടുന്നു. എന്റെയും നിങ്ങളെയും ഉമിനീര് പോലെയല്ല, വിയർപ്പ് പോലെയല്ല. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്, സർവരോഗത്തിനും ഔഷധമാണ്. പോരാ, അതേ ഹുബ്ബുൽ അൻസാരി മിൻ അലാമത്തിൽ ഈമാൻ. നബി തങ്ങളെ സ്വീകരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ച ജനങ്ങളെ സ്നേഹിക്കണം, അൻസാരികളെ സ്നേഹിക്കണം. അത് ഈമാനിന്റെ അടയാളമാണ്. പോരാ, ആ അൻസാരികളുടെ നാടായ മദീനയെ സ്നേഹിക്കണം. എത്ര സ്നേഹിക്കണം? ചിലർക്ക് മക്കയിൽ പോകാൻ വലിയ താല്പര്യമാണ്, മദീനത്ത് പോകാൻ ഒരു പ്രയാസമാണ്. ശരിയാവൂല, ഈമാൻ ശരിയാവൂല. മക്കയേക്കാൾ
മദീനയെ സ്നേഹിക്കണം. സുബ്ഹാനല്ലാഹ്, പേരോടിന്റെ വകയിലല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. അവിടുന്ന് ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ഹബ്ബിബി ലനൽ മദീന, അല്ലാഹുവേ ഞങ്ങൾക്ക് മദീന പ്രിയങ്കരമാക്കണേ. കഹുബ്ബിനാ മക്ക, മക്ക പ്രിയങ്കരമാക്കിയതുപോലെ, അതുപോലെ ഔ അസദ്ദ, മക്കയേക്കാൾ പ്രിയങ്കരമാക്കണേ. വസഹിഹാ, ആ മദീനയിൽ ആരോഗ്യം നൽകണേ. പോരാ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതാ പറയുന്നു, മദീന, ആ മദീനയുടെ പ്രയാസങ്ങൾ ആര് സഹിച്ചുകൊണ്ട് അവിടെ കൂടുന്നുണ്ടോ, ഇല്ലാ കുന്തു ലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമ, ഞാൻ അവന് ശുപാർശ പറയുന്നവനായിരിക്കും, അവന് സാക്ഷി പറയുന്നവനായിരിക്കും. മദീന വിട്ടു പോകണ്ട. മദീന വിട്ടു പോയാൽ മദീനക്കൊന്നും വരാനില്ല. അതേ സമയത്ത് പോയവന് നഷ്ടമാണ്. മദീനക്ക് പകരം ആളുകളെ അല്ലാഹു തആല കൊണ്ടുവരും. ആ മദീന, നബി തങ്ങൾ പറയാണ്, ആ മദീന, ആ മദീനക്ക് വേണ്ടി അവിടുത്തെ ദുആ. അതിന്റെ പുറമെ അവിടുന്ന് അതാ പറയുന്നു, മദീനയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെയും സ്നേഹിക്കുന്നു. അവിടുന്ന് അതാ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മദീന എന്ന പ്രദേശത്തിന് വലിയ സ്ഥാനമാണ്. ലാ യദ്ഖുലുൽ മദീനത റഅബുൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന് അങ്ങോട്ട് പ്രവേശനമില്ല. ലഹാ യൗമൈദിൻ സബഅതു അബ്വാബിൻ അലാ കുല്ലി ബാബിൻ മലക്കാനി, ബുഖാരിയിലെ ഹദീസാണ്. ഓരോ ഗേറ്റിനും ഈ 2 മലക്കുകൾ കാവലാണ് മദീനക്ക്. അവിടെ ദജ്ജാലിന് പ്രവേശനമില്ല. ആ മദീനയിൽ വെച്ചൊരാള് മരിച്ചാൽ ആ മരിക്കുന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. മദീനയിൽ ചെന്ന് കൂടുന്നത് തന്നെ വലിയ പുണ്യമാണ്. പോരാ സുഹൃത്തുക്കളെ, അതേ മനിസ്തതാഅ യമൂത ബിൽ മദീനതി ഫൽയമൂത് ബിഹാ ഫഇന്നി അസ്റഉ ലിമൻ യമൂതു ബിഹാ, മദീനയിൽ മരിക്കുന്നവന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അതാ പിന്നെയും അവിടുന്ന് പറയുന്നു, അല്ലാഹുവേ, നിന്റെ നബിയാണല്ലോ, നിന്റെ റസൂലാണല്ലോ, നിന്റെ ഖലീലാണല്ലോ മഹാനായ നബി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഇന്നഹു ദഅക ലിമക്ക, മക്ക എന്ന പ്രദേശത്തിന് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ച് മക്ക എന്ന പ്രദേശത്തിന് വലിയ ബഹുമാനം വാങ്ങി. എന്നാൽ അത് അവിടുത്തെ ജന്മനാടല്ലേ, അവിടുന്ന് എന്നെന്നും കിടക്കുന്ന നാട് മദീനയല്ലേ. അവിടുന്ന് അല്ലാഹുവോട് പറയാണ്, അല്ലാഹു അന അദൂക, ഖലീലായ ഇബ്രാഹിം നബി നിന്നോട് ദുആ ചെയ്തു മക്ക എന്ന പ്രദേശത്തിന്റെ ബറക്കത്തിനല്ലേ. എന്നാൽ ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു ലിൽ മദീന, മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിമിസ്ലി മാ ദഅക ലി മക്ക, ഇബ്രാഹിം നബി മക്ക എന്ന പ്രദേശത്തിന് എന്തൊക്കെ ചോദിച്ച് വാങ്ങിയോ അത് മുഴുവനും തരണം മദീനക്ക്. പോരാവോ മിസ്ലിഹി മഹു, അതോടുകൂടെ അത്ര ഇരട്ടി തരണം. മക്കയിലുള്ളതിന്റെ ഇരട്ടി മദീനയിൽ തരണം. സുഹൃത്തുക്കളെ, മറ്റൊരു റിപ്പോർട്ടിൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം, അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മദീന പ്രിയങ്കരമാക്കണേ. കഹുബ്ബിനാ മക്ക വസദ്ദാ, മക്കയേക്കാൾ പ്രിയങ്കരമാക്കണം. മക്ക പോലെ പോരാ. അങ്ങനെ മക്കയുടെ ഡബിള് കൊടുക്കണം, മദീനയിൽ ബറക്കത്ത് കൊടുക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച് വാങ്ങിയ ബറക്കത്താണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മദീനയിൽ കൊണ്ടുവരുന്ന കാരക്കെ സ്നേഹിക്കണം. മദീനയിൽ കൊണ്ടുവരുന്ന കാരക്കൊക്കെ ബഹുമാനമുണ്ട്. കേരളത്തിൽ കാരക്ക ഇല്ലാഞ്ഞിട്ടല്ല, വേറെ സ്ഥലത്തില്ലാഞ്ഞിട്ടല്ല. അവിടുത്തെ ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ,
മദീനത്തെ പഴത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് തരണം അല്ലാഹ്. വബാരിക് ലനാ ഫീ മദീനത്തിനാ, മദീനയിൽ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ അല്ലാഹ്. മദീന മുഴുക്കെ ബറക്കത്താണ്. വബാരിക് ലനാ ഫീ സാഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ, ഞങ്ങൾ അളവ് പാത്രത്തിൽ ബറക്കത്ത് വേണം അല്ലാഹ്. അങ്ങനെ എല്ലാ നിലക്കും മദീന, ആ മദീനക്ക് വലിയ സ്ഥാനമാണ്. ആ മദീനയെ സ്നേഹിക്കണം, മദീനയുമായി ബന്ധപ്പെട്ടതിനെ സ്നേഹിക്കണം. മദീനയിലെ ഒരു മരം പോലും മുറിക്കാൻ പറ്റൂല, ഒരില പോലും അടിച്ചിടാൻ പറ്റൂല. ഹബീബായ നബിതങ്ങൾ കിടക്കുന്ന നാട്, അത് സർവസ്ഥലവും ബറക്കത്തുള്ള സ്ഥലമാണ്. എല്ലാ സ്ഥലവും അതാ ബറക്കത്ത് നിറഞ്ഞു കിടക്കുകയാണ്. ആ മദീന, അതെ, അതുപോലെ മദീനയിലുള്ള ജനങ്ങൾ, മദീനയിലുള്ള വസ്തുക്കൾ എല്ലാം സ്നേഹിക്കപ്പെടേണ്ടത് തന്നെ. ഇനി വല്ലവനും മദീനയെ ചതിക്കാൻ വന്നാൽ, മദീനയിലുള്ളവരെ ചതിക്കാൻ വന്നാൽ, അതാ വെള്ളത്തിൽ ഉപ്പലിയും പോലെ അലിഞ്ഞു പോകും. മദീനയോട് വിരോധം വെച്ചവൻ, മദീനയെ ചതിക്കാൻ വന്നവൻ, മദീനയിലുള്ളവരെ ചതിക്കാൻ വന്നവൻ ഉപ്പ് അലിയും പോലെ, വെള്ളത്തിൽ അലിയും പോലെ അലിഞ്ഞു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സ്നേഹിക്കണം, എല്ലാ സ്ഥലങ്ങളെയും സ്നേഹിക്കണം. ആ സ്ഥലങ്ങളിൽ അല്ലാഹു തആല വെച്ച സ്ഥാനങ്ങളും ബഹുമാനങ്ങളും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു സ്ഥലം വാദിൽ അഖീഖാണത്. ആ വാദിൽ അഖീഖിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ ഒരാൾ വന്നു രാത്രി, വന്നിട്ട് പറഞ്ഞു, ഇവിടെ വെച്ച് നിസ്കരിക്കണം നബിയെ, സല്ലി ഫീ ഹാദൽ വാദിൽ മുബാറക് വഖുൽ ഉംറത്തുൻ ഫീ ഹജ്ജ. ഹജ്ജ് ചെയ്യുമ്പോൾ ആ ഹജ്ജിന്റെ കൂടെ ഹജ്ജ് യാത്രയിൽ തന്നെ ഉംറയും ചെയ്താലുള്ള പ്രതിഫലം ഈ മദീനയുടെ ഭാഗത്തുള്ള താഴ്വരയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചാൽ ലഭിക്കും. ബുഖാരിയിലെ ഹദീസാണ്. നിഷേധിക്കാൻ കഴിയോ പുത്തൻവാദികൾക്ക്? സഹോദരന്മാരെ, നബിതങ്ങൾ നിന്ന സ്ഥലം, നബിതങ്ങൾ അന്തിയുറങ്ങിയ സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലം, അതിനെല്ലാം വലിയ ബറക്കത്ത് തന്നെ, വലിയ സ്ഥാനം തന്നെ. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ബിഇഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറകാത്ത്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. മക്കയിലുള്ള ബറക്കത്തിന്റെ ഡബിള് നീ മദീനയിൽ നീ സ്ഥാപിക്കണേ അല്ലാഹ്. നബിതങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുമോ? യസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് തന്നെ ഉത്തരം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ നബിതങ്ങളെ ദുആയുടെ പവർ എത്രയാണ്. സുഹൃത്തുക്കളെ, മദീനക്ക് മക്കയുടെ ഡബിൾ ബറക്കത്ത്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആ മദീനയെ സ്നേഹിക്കണം, മദീനയുമായി ബന്ധപ്പെട്ടതിനെ സ്നേഹിക്കണം. ആ മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഖൽബ് തിരിയണം. അതാണ് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പിന്റെ സർവ്വ പ്രശ്നങ്ങളും അളത്തിലെത്തിയാൽ പരിഹാരമാണ്. മോമിനായ മനുഷ്യന് ഏത് പ്രശ്നം വരുമ്പോഴും മനസ്സ് നീങ്ങുന്നത് മദീനയിലേക്കാണ്. സർവ പ്രശ്നത്തിന്റെയും പരിഹാരമുള്ള നേതാവ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പക്ഷേ ഈമാനില്ലാത്തവർക്ക് എന്തും പറയാൻ തോന്നും, എന്തും ചെയ്യാൻ തോന്നും. അല്ലാഹു തആല അവർക്കൊക്കെ നല്ലത് തോന്നിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സ്നേഹം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് ചെറുതുപോരാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നു, തീവ്രവാദികൾ വന്നു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന തീവ്രവാദികൾ ഉണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് പലരും പറഞ്ഞു, ഓ ഉസ്മാൻ, നിങ്ങളൊന്ന് സിറിയയിലേക്ക് പോയിക്കോളൂ, മദീന വിട്ടോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലൻ നുഫാരിഖ ദാറ ഹിജ്റതി വമുജാവറത റസൂലില്ലാഹി, നബി തങ്ങളുടെ കൂടെ താമസിക്കുന്ന ഈ മദീനയിലെ താമസം എന്നെ വെട്ടിപ്പോയാലും എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ കൈയൊഴിക്കൂല. ആ മദീനയിൽ കലാപ സമയത്ത് അതാ നിന്നു സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അതേ നിസ്കാരത്തിന്റെ സമയം അറിയാൻ വഴിയില്ല. മദീനയിൽ റൗദയുടെ ഉള്ളിൽ നിന്ന് 5 നേരം ബാങ്ക് കേൾക്കുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. സുഹൃത്തുക്കളെ, ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അതാ നമ്മൾ സാധാരണ ബുഖാരിയിൽ പേര് കാണുന്ന മഹാനാണ് ദാവൂദ് ഇബ്നു ഖൈസ് തങ്ങൾ. മദീനയിൽ മിമ്പറിന്റെ ചുവടയിരിക്കുന്ന ഒരു കുരുത്തം കെട്ടവനാണെന്ന് മിമ്പറിൽ കയറിയത്. മിമ്പറിൽ കയറുന്നവര് ചിലപ്പം കുരുത്തം കെട്ടവരാവും. കമ്മിറ്റിക്കാര് മോശമായാൽ അങ്ങനെയല്ലേ, കുരുത്തം കെട്ടവര് ചിലപ്പം മിമ്പറുമ കയറും. അന്നത്തെ ഭരണാധികാരി മോശക്കാരനാണ്. ഇബ്നു മത്തീറ മിമ്പറിന്റെ മേലെ കയറിയിട്ട് തോന്നിവാസം പറഞ്ഞു മദീനത്തെ മിമ്പറിൽ. പറഞ്ഞത് എന്താണെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്യോഗസ്ഥനായി പറഞ്ഞേറ്റിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞേച്ചു? നബി തങ്ങൾക്കറിയാം അദ്ദേഹം ചതിയനാണ്. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കറിയാം ആള് ചതിയനാണ്. ആരെപ്പറ്റി? അലി ഇബ്നു അബീ ത്വാലിബിനെ പറ്റി. അത് അറിഞ്ഞും കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനായിട്ട് പറഞ്ഞേച്ചതാ. എന്താ പറഞ്ഞേക്കാൻ കാരണോ? അത് സമ്മർദ്ദത്തിന് വാങ്ങിയതാ. അങ്ങനെയല്ലേ ഒരു കൂട്ടർ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ട് നേതാക്കന്മാർ പോകുന്നതെന്ന് പറഞ്ഞൊരു കൂട്ടറില്ലേ? അത് ഇബ്നു മത്തൂറിന്റെ കമ്പനിയാണ്. ഇബ്നു മത്തൂറ പറഞ്ഞതാണ് സമ്മർദ്ദത്തിന് വാങ്ങിയത്. ആരെ സമ്മർദ്ദം? മകള് ഫാത്തിമന്റെ സമ്മർദ്ദം. ഫാത്തിമന്റെ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ട് മുഹമ്മദ് നബി ചതിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബിന് ഉദ്യോഗം കൊടുത്തതാണ് എന്നങ്ങ് പറഞ്ഞപ്പോ ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിന്റെ ചുവടയുണ്ട് സഹിച്ചില്ല എന്ന് പറഞ്ഞു. ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയോ ആരാന്നൊന്നും നോക്കിയില്ല. അപ്പൊ ആളുകളൊക്കെ കൂടി ദാവൂദ് ഇബ്നു ഖൈസ് തങ്ങളെ എന്തെങ്കിലും ചെയ്തു നോക്കുമോ എന്നുള്ള പേടി വന്നു. ആളുകളൊക്കെ മഹാനവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇവനതങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവനതങ്ങ് പറഞ്ഞപ്പോ അതാ റഅയ്തു കഫൻ ഖറജത് മിനൽ ഖബരി ഖബരി റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ നിന്ന് ഒരു കൈ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടതാ വഹുവ യഖൂൽ, ഖബറിൽ നിന്ന് അവിടുന്ന് പറയുന്നു, കദബ്ത യാ അദുവല്ലാഹ്, കദബ്ത യാ കാഫിർ, യാ കാഫിർ, യാ കാഫിർ, എടാ കാഫിറേ, അല്ലാഹുവിന്റെ ശത്രു, നീ കള്ളം പറഞ്ഞതാണടാ. എന്റെ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് ചതിയനല്ല. ഞാനങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുന്ന നേതാവല്ല. നീ കള്ളം പറഞ്ഞതാണടാ. ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അത് കാണുകയാണ്, അത് കേൾക്കുകയാണ്. എല്ലാവരുടെ കേൾവിയും കാഴ്ചയും ഒരുപോലെയല്ല. മഹബത്തിനനുസരിച്ച് കേൾവിക്ക് വ്യത്യാസമുണ്ട്, കാഴ്ചക്ക് വ്യത്യാസമുണ്ട്. സുഹൃത്തുക്കളെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഹബീബായ നബി തങ്ങളെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് മരത്തിന്റെ സമീപത്തെത്തുന്നുണ്ടോ, ഏത് കല്ലിന്റെ സമീപത്തെത്തുന്നുണ്ടോ, എല്ലാ കല്ലുകളും മരങ്ങളും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
സലാം പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. നബി തങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കേൾവിയും കല്ലിന്റെ സംസാരം കേൾക്കുന്നു, മരത്തിന്റെ സംസാരം കേൾക്കുന്നു. അത് തന്നെയല്ലേ ബുഖാരിയിലുള്ളത്? അതാ തങ്ങളെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾ കേട്ടിരുന്നു. അവിടത്തോട് അതാ സലാം ചൊല്ലുന്നത് കേട്ടിരുന്നു. നബിതങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ, എത്രത്തോളം അടുക്കുന്നുണ്ടോ, അതിനനുസരിച്ച് കേൾവിയും കാഴ്ചയുമൊക്കെ അടുത്തവർക്കും അല്ലാഹു അതാ അത്ഭുതകരമായി കൊടുക്കും കേട്ടോ. ആ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയൂല. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ ബൈത്ത് 162 പദ്യമുണ്ടത്. ആ 162 പദ്യവും ഒന്ന് സംസാരിക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നി. അതേ 6 ദിവസം കഴിഞ്ഞു. അതിലൂടെ ഒരു 10-25 ബൈത്ത് ഞാൻ സംസാരിച്ചു. ഇനി ബാക്കിയും കൂടി ഇൻഷാ അല്ലാഹ് സംസാരിക്കാനും അവസരം തരട്ടെ. അത് നിങ്ങളൊക്കെ പൂർണ്ണമായി കേൾക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. കാരണം അതിലൊരുപാട് വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു ദിവസം കൊണ്ട് പറയാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ മധുര ധാരാളം പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹമെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വേണം. കേട്ടിട്ടില്ലേ നിങ്ങൾ? തൽഹ റളിയല്ലാഹു അൻഹുവിന് സുഖമില്ലാതെയായി. നബിതങ്ങൾ കാണാൻ പോയി. രാത്രി അതാ കാണാൻ പോയി വരുമ്പോ പറഞ്ഞു, ആദിനൂനി ഹത്താ ഉസല്ലി അലൈഹി വഅജ്ജിലൂ. തൽഹ മരിച്ചാൽ വിവരമറിയിക്കണേ, എനിക്ക് മയ്യിത്ത് നിസ്കരിക്കണോ. പെട്ടെന്ന് തന്നെ മറമാടണേ. തൽഹ റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായി. കൂടുതൽ വേദനയായപ്പോ പറഞ്ഞു, അതാ ഇത് ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മറവ് ചെയ്യണേ, പെട്ടെന്ന് മറവ് ചെയ്യണേ, എന്റെ റബ്ബിലേക്ക് ചേർക്കണേ. വലാ തദൂ റസൂലല്ലാഹി, സ്നേഹം മനസ്സിലാക്കണം. വലാ തദൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ രാത്രിയിൽ ഞാൻ മരിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് വിളിക്കരുതേ. فإني أخاف عليه اليهود أن يصاب في سببي. കാരണം ജൂതന്മാർക്ക് വലിയ ശത്രുതയാണ് നബിതങ്ങളോട്. രാത്രിയിൽ നബിതങ്ങൾ വരുമ്പോ ജൂതന്മാര് വല്ല കണിയും പറ്റിച്ചാലോ, വല്ല അക്രമവും ചെയ്താലോ, എനിക്ക് വേണ്ടി നബിതങ്ങൾക്കൊന്നും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് എന്റെ മയ്യിത്ത് നിസ്കാരത്തിൽ രാത്രിയിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കണ്ട. സ്നേഹമാണ് സുഹൃത്തുക്കളെ. സ്നേഹത്തിന് പല വഴിയുണ്ട്. ചിലരുണ്ട് സ്നേഹം കൂടിയിട്ട് ബുദ്ധിമുട്ടാക്കല്, അങ്ങനെയാക്കരുത്. സ്നേഹം കൂടിയിട്ട് ഇപ്പോ ശൈഖുനാ തഖ്ദമുസ്താനൊക്കെ പ്രായം കഴിയും. അല്ലാഹു തആല നല്ല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എല്ലാ വരെ കൂടുന്നു എത്തണം, എല്ലാ വരെയും കയറണം, വന്നവരെല്ലാവരുടെയും കയറി ഇറങ്ങണം. അങ്ങനെയുള്ള ചിന്താഗതികൾ സ്നേഹ അത് ബുദ്ധിമുട്ടിക്കലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാനാ ചെറിയ വിഷയ. പക്ഷെ സ്നേഹം കൊണ്ട് യഹൂദികളുടെ അക്രമത്തിന് ചതിക്ക് വഴിയാകോന്ന് പേടിച്ചിട്ട് സ്നേഹം കൊണ്ട് പറഞ്ഞു, നബിതങ്ങളെ അറിയിക്കണ്ട. നേരം വെളുത്തപ്പ നബിതങ്ങളോട് പറഞ്ഞു, ഇന്നലെ രാത്രി മരിച്ചു, ഇന്നലെ തന്നെ മറവ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് നേരെ ഇങ്ങ് വന്ന് ഖബറിന്റെ സമീപത്ത് വന്നു. ഖബറിന്റെ സമീപത്ത് വന്ന് നിന്നു. അതാ പിന്നില് സഹാബത്തും നിന്നു. അവിടുന്ന് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അൽഖതൽഹ തദ്ഹകു ഇലൈഹി വയദ്ഹകുക ഇലൈഹി. അല്ലാഹുവേ, ആ
ത്വൽഹയെ നീ സ്വീകരിക്കണം. അതേ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും പോലെ നീ എന്റെ ത്വൽഹയെ സ്നേഹത്തോടെ സ്വീകരിക്കണം. നിന്റെ അടുക്കലേക്ക് ത്വൽഹ ചിരിച്ചുകൊണ്ട് വരണം. സുഹൃത്തുക്കളെ, സ്നേഹമാണ്, അനുയായികളോട് സ്നേഹമാണ്, അനുയായികൾക്ക് അതിരറ്റ സ്നേഹമാണ്. ആ സ്നേഹം ഏറ്റവും കൂടുതലുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് പ്രശ്നങ്ങളും ഏത് തോന്നിവാസങ്ങളും ഏത് കാര്യങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നബിതങ്ങളിലേക്ക് മനസ്സ് തിരിച്ച് അവിടുത്തെ തവസ്സുൽ ചെയ്ത് അവിടുത്തെ മദീനയെ മനസ്സിൽ കണ്ട് അവിടുത്തോട് തവസ്സുൽ ചെയ്തും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് നൽകി അപേക്ഷ സമർപ്പിച്ചും സഹാബത്ത് കഴിച്ചു കൂട്ടി. എന്റെ ഈ യാത്ര ഒമാനിലേക്കാണ്. എന്റെ പ്ലെയിന് കിട്ടാതെയാകുന്നതുകൊണ്ട് ഞാൻ വീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട നാസിർ ബിൻ അബൂദ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒമാനിൽ കിടക്കുന്ന സമയങ്ങളിൽ അവിടെ ചെന്നാൽ നല്ല ശുദ്ധവെള്ളം ഒലിക്കുന്നത് കാണാം. മഹാനവരുടെ മഖ്ബറ കാണാം. സുഹൃത്തുക്കളെ, കള്ളുപിടിയനായിരുന്നു, പെണ്ണുപിടിയനായിരുന്നു, വലിയ പ്രയാസത്തിൽ അതാ വളരെ മോശമായി ജീവിച്ച ആളായിരുന്നു. ഒരു വിഗ്രഹാരാധകനായിരുന്നു. വിഗ്രഹത്തെ പൂജിക്കുന്നതിനിടയിൽ വിഗ്രഹമെന്ന് സംസാരിച്ചു. ആ ഓ മാസിനെ, സന്തോഷിച്ചോ, ഹൈറ് വെളിച്ചത്ത് വന്നിരിക്കുന്നു, ചെറുതാ ഉള്ളിന് വലിഞ്ഞു കൊണ്ടിരിക്കുന്നു. നബിയും എന്നവർ മുദർ ഗോത്രത്തിൽ ഒരു നബിയെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനുമായി. അതുകൊണ്ട് ഈ കല്ലിനെ ആരാധിക്കുന്ന എന്നെയും പൂജിച്ച് നടക്കുന്ന ഏർപ്പാട് നീ ഒന്ന് നിർത്തൂ മാസിനെ. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. മാസിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പേടിച്ച് ബേജാറായി. ഞാൻ പൂജിക്കുന്ന കല്ലല്ലേ സംസാരിക്കുന്നത്. ഞാൻ പിന്നീട് ഒരു ദിവസം പിന്നെ ഒരു കർമ്മം നടത്താൻ ചെന്നപ്പോ അന്നെന്നോട് പറഞ്ഞ അക്ബില് വരൂ മാസിനെ, വരൂ തസ്മാലാത്തുജികൾ, അറിയാത്തത് കേൾക്കൂ നീ. അതാ നബിയും നിയോഗിക്കപ്പെട്ട നബി, അതാ ഹഖ് ഇറക്കപ്പെട്ടിരിക്കുന്ന പൊയ്ക്കോ, നീ പൊയ്ക്കോ. ആ നബിയെ കൊണ്ട് വിശ്വസിച്ചോ. കല്ല് കത്തിക്കപ്പെടുന്ന ഒരു തീയുണ്ട്. ആ തീയിന്ന് രക്ഷപ്പെടാൻ ആ നബിയെ നോക്കി പൊയ്ക്കോ. നബിതങ്ങളെയും നോക്കി മദീനത്തേക്ക് ചെന്നു. അതിന് മുമ്പ് ഹിജാസിൽ വന്ന ഒരാളിൽ നിന്ന് വിവരം ശേഖരിച്ചു. അങ്ങനെ അങ്ങ് ചെന്നു. അവിടെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞു. ഇലൈകാ റസൂലല്ലാഹി ഹബ്ബത്തുൻ മതിയത്തി തദുൽ ഫയാഫി മിൻ ഉമാന ഇലൽ അർജി لتشفعني يا خير من وطي الحصى فيغفر لي ربي فأرجو بالفلج لمشر خالفت في الله دينهم فلا رأيهم رأي ولا سردهم سرجي. തങ്ങളുടെ അടുക്കലേക്ക് ഒമാനിൽ നിന്ന് വന്ന് തങ്ങളെ ശഫാഅത്ത് കിട്ടാനാണ് നബിയെ, ലോകം കണ്ടവരിൽ ഏറ്റവും ഖൈറായ നബിയെ, എന്റെ നാട്ടുകാരാശയം ഞാൻ വലിച്ചെറിഞ്ഞു നബിയെ. കുന്തും റഅം ബിൽ ഖംദി വൽ ലഹരി മൂലാ സബബി ഹത്താ ദനൽ ജിസ്മു ബിൻ നഹ്ദി. ഞാൻ കള്ളുമായി ബന്ധപ്പെട്ടവനാണ്, പെണ്ണുമായി ബന്ധപ്പെട്ടവനാണ്. എന്റെ മനസ്സ് നീ ദുഷിച്ച ചിന്തകളൊന്ന് നീക്കിത്തരണം നബിയേ. നബിതങ്ങൾ ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അബ്ദിൽഹു ബിത്തർബി ഖിറാഅത്തുൽ ഖുർആൻ വബിൽഹറാമിൽ ഹലാൽ വബിൽഇസ്മി വബിൽലഹരി ഫത്തൻ വഅതി ബിൽഹയാ വഹബ് ലഹു വലദാ. നബിയേ, എനിക്ക് പാട്ടും കുത്തും പാട്ടുമൊക്കെ വലിയ താല്പര്യമാണ്. അതുപോലത്തെ
തന്നെ പെണ്ണും കള്ളുമാണ്. എന്റെ നാട്ടിൽ മഴയുമില്ല, എനിക്ക് മക്കളുമില്ല. സങ്കടം മുഴുവനും ബോധിപ്പിച്ചപ്പോ ഒരൊറ്റ ദുആ, പടച്ച റബ്ബേ അദ്ദേഹത്തിന് ഖുർആൻ ഓതാനുള്ള താല്പര്യം കൊടുക്കണേ. വാദ്യങ്ങളും ഗോളങ്ങളും മേളകളും പാട്ടുകളും ഒക്കെ ഒന്ന് നീക്കിയിട്ട് ഖുർആൻ ഓതാൻ ഭാഗ്യം കൊടുക്കണേ. ഹറാമിന് പകരം ഹലാല് കൊടുക്കണേ. അതേ വ്യഭിചാരത്തിന് പകരം ഹലാല് കൊടുക്കണേ. ആ നാട്ടിൽ അതാ വരൾച്ചയെന്നല്ലേ പറഞ്ഞു, ഒമാനിൽ നീ ക്ഷേമം നൽകണേ, അദ്ദേഹത്തിന് കുട്ടിയെ കൊടുക്കണേ. എന്ന് പറഞ്ഞു, എന്റെ പ്രശ്നം നീങ്ങിപ്പോയി. പിന്നെ ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല, പിന്നെ കള്ള് കുടിച്ചിട്ടില്ല. പ്രായമുള്ള എനിക്ക് ഖുർആൻ പകുതിയോളം മനഃപ്പാഠമാക്കാനുള്ള അവസരം തന്നു. എന്റെ നാട്ടിൽ ഒമാനിൽ നല്ല ക്ഷേമം തന്നെ. എനിക്ക് യഹിയ എന്ന കുട്ടിയും പിറന്നു. നബിതങ്ങൾ മുഖേനയാണ്. വഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ബികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി. സർവ പ്രശ്നത്തിനും പരിഹാരം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് തന്നെ. പടച്ച റബ്ബേ, ആ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്ന സാധുക്കളാണ് ഞങ്ങൾ. അവിടുത്തോടുള്ള സ്നേഹം കൽബിൽ വെച്ചവരാണ് ഞങ്ങൾ. അവിടുത്തെ സുന്നത്തിനെ ഇവിടെ ഇഞ്ചിഞ്ചായി മുറിച്ച് നശിപ്പിക്കുമ്പോ, അവിടുന്ന് സ്ത്രീകൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെന്ന് പറയുമ്പോ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞവർ അവിടുത്തെ ഖുലഫായിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് 20 റക്അത്ത് പഠിപ്പിച്ച ഖുലഫായി പഠിപ്പിച്ച തറാവീഹ് 8 ചുരുക്കിയവർ, 2 ബാങ്ക് അതാ 1 ചുരുക്കിയവർ, അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ മാറ്റിമറിച്ച പുത്തനാശയക്കാർ, അവിടുന്ന് പഠിപ്പിച്ച ബിൽഡിംഗ് പൊളിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെ സ്നേഹിക്കാൻ ഞങ്ങളില്ല. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിലെത്തിയേറ്റി തരണം റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് നിങ്ങൾക്ക് തരണം റഹ്മാനേ. അവിടുത്തെ കൊടിക്കീഴിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവിടുത്തെ ദീനിന്റെ സേവനത്തിന് നീ ആരോഗ്യവും ആയുസ്സും തൗഫീഖും തഖ്വയും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. വാക്കുകൾ നിർത്തുന്നു. സ്ക്വയർ ഫീറ്റ് എത്ര കിട്ടി? ആകെ 100 കിട്ടിയിട്ടുള്ളൂ. സമയമില്ലല്ലോ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൊടുക്കണം. 1000 ഉറുപ്പ്യം കൊടുക്കാത്ത ആരും ഉണ്ടായിരുന്നു. അതിനപ്പുറം എത്ര കൊടുക്കാൻ കഴിയുമോ അത്രയും കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ആക്കിന്റെ മജ്ലിസ് ആക്കട്ടെ. എനിക്ക് പ്ലെയിനിൽ പോയി പോകും. ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്, ഇവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ തന്നെ എത്ര ഉറുപ്പ്യ വേണം, എത്ര ചാട്ടരി വേണം, എത്ര പഞ്ചസാര വേണം. അവരോട് കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ടുവന്നിടണം. നല്ല സ്റ്റേജിന്റെ മുമ്പിൽ പായ വിരിക്കാത്തതുകൊണ്ട് പൊടിവാറിയാലും എനിക്ക് നാളെ വേദന ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാ സ്റ്റേജിന്റെ മുകളിൽ ഒരു പായ വിരിക്കണം. ഞാൻ പൊടിവാറില്ല. പൊടിവാറിയാൽ അലർജിയാണ്. അതുകൊണ്ട് ആ ഫാന് നിർത്തുന്നു. അതുപോലെ തന്നെ പൊടി വാറിക്കൂടാ. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്റ്റേജിലും അങ്ങനെ ചെയ്യണം. ഇനി അങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാ പറഞ്ഞു. എല്ലാവരും തരണം സംഭാവന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. എല്ലാവരും ജല്ലബത്ത് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മെല്ലെ മെല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين سبحان الله الرحمن يا سميع الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا രാജസയ്യിദായ റഹ്മാനെ സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ, ഏത് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ടോ അത് മുഴുവനും നീ സാധിപ്പിച്ചു തരണം റഹ്മാനെ. പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്, മജ്മഇനെ സഹായിച്ചവരുണ്ട്. റബ്ബേ അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ആർക്കെന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ പണവും സ്വർണവും കൊടുത്തേച്ച പലരുമുണ്ട് സിറാജുൽ ഹുദയിലേക്ക്. അതുപോലെ ഇവിടെ വന്നവർ, ഇവിടെ സംഭാവന തന്നവരുണ്ട്. അതുപോലെ ഇവിടെ സ്ക്വയർ ഫീറ്റിന് സംഖ്യകൾ കൊടുത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. എല്ലാവരിൽ നിന്നും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമുള്ള ഏത് പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ്വ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ വിദേശത്തും നാട്ടിലുമുള്ള ദീനിന്റെ പ്രവർത്തകരാരോ സഹായികളാരോ സഹകാരികളാരോ അവരെല്ലാം നീ സഹായിക്കണേ റഹ്മാനെ. വിദേശ നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ ഞങ്ങളെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ നാടുകളിൽ വരിസംഖ്യകളും മറ്റു സംഖ്യകളും കൊടുത്തുകൊണ്ട് സഹായിക്കുന്നവരുണ്ട്. അവരെല്ലാം നീ സഹായിക്കണേ റഹ്മാനെ. ആരെന്ത് ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തു അവരുദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണം റഹ്മാനെ. ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ യാത്രകളെല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണേ റഹ്മാനെ. ഖൈറായ യാത്രയാക്കണേ റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലി സന്തോഷത്തോടെ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞങ്ങളെ നീ പിടിച്ചെടുക്കണേ റഹ്മാനേ.
ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെ ഖൽബും നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഖൽബിൽ കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ് തുടങ്ങിയ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ ഭരിച്ചതിന്റെ സാലിഹീകളോട് കൂടെ ഞങ്ങളെ ഖൽബിൽ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കാണാൻ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഈ തൗഫീഖ് തരണം റഹ്മാനേ. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അതിനെ സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഭക്ഷണം കൊടുത്തവർക്കും ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇന്നുവരെ സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിക്കുന്നവർക്കും എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ തെറ്റുകുറ്റങ്ങളും അപാകതകളും പോരായ്മകളും ഒക്കെ നീ മാപ്പ് നൽകി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാവപ്പെട്ട ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഞങ്ങളെ കൈകളിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. മുഅ്മിനീങ്ങളെ ദുആ ബർക്കത്ത് കൊണ്ട് നിബിതങ്ങളുടെ മദ്ഹ് കൊണ്ട് അവിടുത്തെ പേരിൽ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷ തരണം റഹ്മാനേ. ഞങ്ങൾ ആരെയും ദുനിയാവിലും ആഖിറത്തിലും നീ കഷ്ടപ്പെടുത്തരുത് റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നേതാക്കൾ, പ്രവർത്തകർ, സ്നേഹിതന്മാർ, കുടുംബങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. لا برد الدعاء والوصية والسلام عليكم. ബഹുമാനികളെ, താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ നമുക്ക് നടപ്പിലാക്കി നിലനിർത്തി തന്ന അശറക്ക ബൈത്ത് ചൊല്ലിക്കൊണ്ടുള്ള സമാപനമാണ് നമ്മുടേത്. അതുകൊണ്ട് അശറക്ക ബൈത്ത് ആരംഭിക്കുന്നു. എല്ലാവരും മുന്നോട്ട് നിൽക്കുക. സ്ത്രീകളൊക്കെ അവിടെ ഇരുന്നോളി. നമ്മുടെ മൗലിദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ആരംഭിച്ച മൗലിദ് ഓതുകയാണ്. സ്ത്രീകൾക്ക് സംഭാവന നൽകാൻ ബക്കറ്റുമായി അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ബക്കറ്റിൽ കൊടുത്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، يا رسول الله صلى الله عليكم. أشرق البدر علينا فاختفت منه مثل حسنك يا رسول الله
അസ്സലാമു അലൈക്കും. എന്തോ സ്പീക്കറിന് വല്ലാതെ പരപര, അപ്പോൾ അത് കേൾക്കുന്നവർക്ക് തീരെ ഒരു സുഖം തോന്നാത്ത രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്താൽ ശരിയാകും എന്ന് മനസ്സിലാക്കുന്നു. അശ്റഖ ചെല്ലലും അത് കേൾക്കലൊക്കെ വലിയ റാഹത്തായിട്ട് നിൽക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള എല്ലാ നല്ല പരിപാടികളും നമുക്ക് കേൾപ്പിച്ചു തരുന്ന അതിൻ്റെ ദായിമാർക്ക് ദൈവത്തിൽ ചേരുന്നവർക്കൊക്കെ അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും നൽകി